കഠിനാധ്വാനമാണ് തൻ്റെ വിജയ രഹസ്യമെന്ന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ പറയുന്നു. തൻ്റെ എല്ലാ വിജയവും ജീവനക്കാർക്കൊപ്പമായിരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഗോകുലം ദിനമായിട്ടാണ് സ്റ്റാഫ് ആചരിക്കുന്നത്. മറ്റുള്ളവർക്ക് നന്മയേകുന്ന പ്രവൃത്തികൾ ചെയ്യാനാണ് എന്നും താൻ ശ്രമിക്കുന്നതെന്നും ഗോകുലം ഗോപാലേട്ടൻ ഇന്നലെ പിറന്നാൾ ദിനത്തിൽ ചെന്നൈയിൽ ഞങ്ങളുടെ പ്രതിനിധി ദീപക് ധർമ്മത്തോട് സംസാരിക്കവെയാണ് അദ്ദേഹം തൻ്റെ വിജയ രഹസ്യം വെളിപ്പെടുത്തിയത്. SKN വെരി ഗുഡ് മോർണിംഗ്. ഏറെ സന്തോഷമുള്ള ദിനമാണ് നമ്മുടെ ഫ്ലവേഴ്സ് ചെയർമാൻ. കേരളം ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഒരു മികച്ച വ്യവസായ പ്രമുഖൻ, മലയാളികളുടെ അഭിമാനം ശ്രീ ഗോകുലം ഗോപാലൻ നമ്മുടെ ചെയർമാൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പിറന്നാൾ ദിനത്തിൽ 82ാം പിറന്നാൾ ദിനത്തിലാണ് ചേരുന്നത്. സ്വാഗതം. ഹാപ്പി ബർത്ത്ഡേ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമ്മുടെ ഫ്ലവേഴ്സ് ടീമിന് 24 ടീമിന് വേണ്ടി പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഏറ്റവും ആദ്യം ഈ പിറന്നാൾ ദിനത്തിൽ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ആദ്യം അതായത് 81 വയസ്സ് കഴിഞ്ഞ് 82ാം പിറക്കുന്ന നാളിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏതൊരു മനുഷ്യനും ആത്മാർത്ഥമായി ജോലി ചെയ്താൽ അല്ല ആത്മാർത്ഥമായി ഏത് കാര്യത്തിൽ ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാലും അത് വിജയിക്കാൻ സാധിക്കും. എങ്ങനെയാണെങ്കിൽ അത് പ്രവർത്തിക്കുകയാണെങ്കിൽ, വളരെ നന്നായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെല്ലാ വിജയങ്ങളും ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലായത്. ജന്മദിനം അങ്ങ് സാധാരണഗതിയിൽ സ്റ്റാഫ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അതായത് ഗോകുലം സ്റ്റാഫിൻ്റെ ദിനമാണ് അങ്ങയുടെ പിറന്നാൾ. എന്താണ് അങ്ങനെയൊന്ന്? കുറേ വർഷമായിട്ട് അങ്ങനെയാണല്ലോ, സ്റ്റാഫിനാണ് ആഘോഷം സമർപ്പിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചു കഴിഞ്ഞത് ആദ്യമായി സ്റ്റാഫായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വിജയങ്ങളും ആ സ്റ്റാഫിൽ നിന്നാണ് ആരംഭിച്ചത്. അപ്പോൾ എൻ്റെ ജനനവും എൻ്റെ ആ സ്റ്റാഫിൻ്റെ ആരംഭവും എല്ലാം ഒന്നായിരുന്നു. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ വടകരയിൽ നിന്നും ചെന്നൈയിലേക്ക്, നമ്മളിപ്പോൾ ചെന്നൈയിൽ നിന്നാണ് സംസാരിക്കുന്നത്, ചെന്നൈയിലേക്കുള്ളൊരു യാത്ര, സിനിമാ മോഹത്തോടുള്ള യാത്ര, അത് കഴിഞ്ഞുള്ള ചെറിയ ചിട്ടി തുടങ്ങി അത് കഴിഞ്ഞ് ഇന്ന് ഇന്ത്യയിൽ ആകമാനം ശാഖകളുള്ള നിരവധി കുടുംബങ്ങൾ ഈ ഗോകുലം ഗ്രൂപ്പ് കൊണ്ട് അന്നം ഉണ്ണുന്ന, അല്ലെങ്കിൽ ജീവിതം അവരുടെ ഉയർന്ന നിലവാരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇതിനെ എങ്ങനെയാണ് ഓർക്കുന്നത്? എന്താ ഞാൻ പറയേണ്ടെന്ന കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇത്ര യാത്രയിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും, വലിയ വിഷമങ്ങളും തരണം ചെയ്യേണ്ടതുണ്ടാകും. ആ തരണങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ള ഒരു ബോധത്തോട് പിന്നോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾ ആരെന്തായാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ സത്യസന്ധമായിരിക്കണം, മറ്റുള്ളവർക്ക് നന്മയുള്ളതായിരിക്കണം, മറ്റുള്ളവരെ അംഗീകരിക്കുന്ന പ്രവൃത്തികൾ മാത്രമേ ഞാൻ ചെയ്യാൻ പാടുള്ളൂ. അത് തൊഴിലായാലും ബിസിനസ് ആയാലും ഏതായാലും സാമൂഹ്യ പ്രതിബദ്ധതയോടെ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് എണ്ണപ്പെട്ട ഒരു വിജയം മാത്രമല്ല, ഇത് ജനങ്ങളുടെ ഒരു അംഗീകാരം കൂടി കിട്ടുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കണം. അതാണ് കാര്യം, അല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. കൂടുതൽ ബ്രാഞ്ചുകൾ തുടങ്ങണ്ട എന്നൊക്കെ ഇങ്ങനെ പലരും പറയുമ്പോൾ, ഈ കൂടുതൽ പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി കൂടുതൽ പദ്ധതികളും ബ്രാഞ്ചുകളും തുടങ്ങണമെന്ന് ചെയർമാൻ പറയുന്നത് സാധാരണ ചിറ്റ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റാണ്. അവസാനം ആ ചീട്ട് എടുക്കുന്ന ആൾക്കാരെന്നറിയാൻ എൻ്റെ കൂടി ചേരുകയാണ്. കാരണം എൻ്റെ പണം ഭദ്രമെന്ന് അവർക്കറിയാം. അതേസമയത്ത് ഒരു ഇൻട്രസ്റ്റ് ഒരു ബാങ്കിലേക്കാട്ടും കൂടുതൽ ഇൻട്രസ്റ്റും കിട്ടും. അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെ ഇപ്പം നിറയെ പേര് ചേരുന്നു. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് അത് ഗോകുലത്തോടുള്ള ഒരു വിശ്വാസമാണ് അതിൽ കാണുന്നത്. അതുകൊണ്ട് ആ ഗോകുലത്തോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ വന്ന് ആ പൈസ അവർ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് അതിൽ നിന്ന് കാശാക്കിയിട്ട് അവർക്ക് ഫൈനൽ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ള ഒരു ബോധത്തോടുകൂടെ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പിറന്നാൾ ദിനത്തിൽ ഈ വിജയയാത്രയിൽ ആരോടൊക്കെയാണ് അങ്ങേക്ക് നന്ദി പറയാനുള്ളത് പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ? എനിക്കല്ല, എന്നെ സംബന്ധിച്ചപ്പോൾ ഞാൻ ടച്ചപ്പ് ചെയ്ത എല്ലാ ആൾക്കാരോടും എനിക്ക് ബഹുമാനവും സ്നേഹമാണ്. അതേപോലെ തന്നെ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ ഒരാളും തന്നെ എനിക്ക് ശത്രുത, എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ ശത്രുത ഉണ്ടെങ്കിലും എനിക്കത് ബാധിച്ചില്ല. എല്ലാവരും സപ്പോർട്ടുമാതിരിയാണ്. താങ്ക് യു. പിറന്നാൾ ആശംസകൾ വീണ്ടും. വളരെ കൃത്യമായി തന്നെ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കണം, സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശമാണ് ഈ ജന്മദിനത്തിൽ ഗോകുലം ഗോപാലൻ നൽകുന്നത്. ക്യാമറാമാൻ ശ്രീകാന്തിനൊപ്പം ചെന്നൈയിൽ നിന്നും ദീപക് ധർമ്മടം, 24. ഈ പിറന്നാൾ ദിനത്തിൽ ഒരിക്കൽ കൂടി ഗോകുലം ഗോപാലേട്ടന് ജന്മദിന ആശംസകൾ നേരുന്നു. ഒരുപാട് കാലം അദ്ദേഹത്തിന് ദക്ഷിണേന്ത്യയിൽ തന്നെ നല്ല ബിസിനസ്സുകാരിൽ ഒരാളാണ് അദ്ദേഹം. അതുപോലെ ഫ്ലവേഴ്സിൻ്റെ ചെയർമാൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയും ഇദ്ദേഹത്തിൻ്റെ വിജയരഹസ്യം വഴി ഒരുപാട് കാലം മുന്നോട്ട് നടക്കാനാകട്ടെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ സമൂഹത്തിൽ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ.